What's up guys, welcome back to our video. It's VD Forenix. അപ്പോൾ ഇന്ന് നമ്മൾ വിൻസോ ഗോൾഡിൻ്റെ അടിപൊളി ട്രിക്ക് ആൻഡ് ടിപ്സ് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇതിലൊരു ഗെയിം ഉണ്ട്. സോ ആ ഒരു ഗെയിം നിങ്ങൾക്ക് മാക്സിമം സ്കോർ കിട്ടാൻ പറ്റി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് സെറ്റിങ്സ് ഇനേബിൾ ചെയ്ത് വെക്കണം. പിന്നെ ഗൈസ് എങ്ങനെയാണ് ഗെയിം കളിക്കുക, നിങ്ങൾക്കിപ്പോൾ നോർമലി ഒരു ഗെയിം കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിനായിട്ട് എന്ത് ഗെയിം എടുക്കാം. സോ മൈൻക്രാഫ്റ്റ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ സാധാ പോലെ കളിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞെടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അങ്ങനെ കുറച്ച് റിവീലാക്കുന്ന ഒരു വിൻസോ ഗോൾഡിൻ്റെ ഒരു ഗെയിമിലെ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ടിപ്പ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. ഈ ഒരു ഗെയിംസ് കളിച്ചുകൊണ്ട് ഞാൻ ലൈവായിട്ട് പ്രാക്ടീസ് മോഡിൽ ഇട്ടുകൊണ്ടും അല്ലാതെയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഗെയിം കളിച്ച് ഈ ഒരു ടിപ്പ് ആൻഡ് ട്രിക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ എങ്ങനെയാണ് സ്കോർ വരുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ അതിന് മുമ്പ് ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഓൺലൈനായിട്ട് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ ട്രിക്ക് വീഡിയോസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മളെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ഒട്ടും മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. സോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഡെയിലി ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ആപ്ലിക്കേഷൻസ്, ലൂട്ട് ഓഫേഴ്സ് എല്ലാം നമ്മൾ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ മസ്റ്റായിട്ട് എല്ലാവരും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് പ്രോഫിറ്റേ കിട്ടത്തുള്ളൂ. ജസ്റ്റ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് വെക്കുക. ഏത് ലൂട്ട് ഓഫർ വന്നാലും നമ്മൾ പോസ്റ്റ് ചെയ്യും. ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ ഇനേബിളും കൂടി ചെയ്ത് വെച്ചേക്കുക. സോ ഗൈസ് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം, വിൻസോ ഗോൾഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇതുപോലത്തെ ഇൻ്റർഫേസ് കിട്ടും. നിങ്ങൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. സ്ക്രോൾ ചെയ്ത് അവിടെ മിസ്റ്റർ റേസ് എന്നൊരു ഗെയിം കാണുന്നുണ്ടാവും. സോ ഇതിലെ ഒരു മാക്സിമം നിങ്ങളെ ഒരു പ്രോ ആക്കാൻ പറ്റിയ ടിപ്പ് ആൻഡ് ട്രിക്കാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രാക്ടീസ് മോഡിൽ എൻ്റർ ചെയ്യുന്നു. സോ പ്രാക്ടീസ് മോഡിൽ കണ്ടതിന് ശേഷം ഈസി തന്നെ സെലക്ട് ചെയ്യുന്നു. സോ ഇതിൽ ഒരു നോർമൽ ആളെങ്ങനെ കളിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഗെയിം ഇവിടെ സ്റ്റാർട്ടായി. ഇടത് ഭാഗത്തുള്ളത് ബ്രേക്ക്, വലത് ഭാഗത്തുള്ള ആക്സിലേറ്റർ. നമുക്ക് ടോപ്പിൽ ടൈമും കാണാൻ വേണ്ടി പറ്റും. സോ സ്കോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് കാണാൻ പറ്റുന്നുണ്ടാവും വലത്തെ ഭാഗത്ത് സ്കോർ. നോർമൽ ആളിതാ, ഇതിപ്പോൾ ഗൈറോ ആണ് കേട്ടോ. ഗൈറോ ആണ്. നിങ്ങൾ ഗൈറോ വെച്ച് കളിക്കുമ്പോൾ എത്രത്തോളം റിസ്ക് ആണെന്ന് നിങ്ങൾക്ക് തന്നെ കളിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനാക്കി കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല, ഗൈറോ എത്രത്തോളം റിസ്ക്കാണ് അല്ലെങ്കിൽ ഭയങ്കര ഹാർഡാണ് കളിക്കാനെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകത്തില്ല. സോ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ എക്സ്ട്രാ എങ്ങനെ സ്കോർ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഈ ഒരു പ്രാക്ടീസ് മോഡൊന്ന് കഴിയട്ടെ. അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെയാണെങ്കിൽ ബെറ്ററായിട്ട് കളിക്കാമെന്ന് പറഞ്ഞുതരാം. സോ ഗൈറോ ആട്ടി കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ പബ്ജി ഒന്നും കളിക്കുമ്പോഴല്ല. പിന്നെ പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്യണമല്ലോ. ഓവർടേക്ക് ചെയ്ത ഉടൻ തന്നെ വണ്ടിയുടെ മുന്നിൽ കയറണം. സോ അതനുസരിച്ച് ഗൈറോ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. സോ അതിനും ബെറ്റർ വേ ആണ് എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ജസ്റ്റ് കൺട്രോൾ മാറ്റാൻ വേണ്ടി പോകണം. അതിന് മുന്നേ ഇതിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് സ്കോർ ആയതൊരു ട്രിപ്പും കൂടെ ഉണ്ട്. സോ ടിപ്പും കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ എന്തായാലും 18 സെക്കൻഡ് കൂടെ ലെഫ്റ്റ് ഉണ്ട്. 1000 പോയിൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് എത്ര കിട്ടാൻ നോക്കാം. ഓൾമോസ്റ്റ് ടൈം ഇവിടെ കഴിയാനായിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ കാർ ഓടിച്ച് ഓവർടേക്ക് ചെയ്ത് ചാമ്പാതെ പോവാം. ഞാനിപ്പോൾ കയറോ ഇട്ടുകൊണ്ടാണ് വേറെ വണ്ടിയിൽ പോയി ചാമ്പുന്നത്. ഓക്കെ, ടൈം കഴിഞ്ഞു. നമുക്കിപ്പോൾ 3K കോയിൻസ് 3K സ്കോർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബെറ്ററായിട്ടുള്ള ഒരു ട്രിക്ക് അല്ലെങ്കിൽ ടിപ്പ് നോക്കാം. നിങ്ങൾക്ക് ബെറ്ററായിട്ട് ഇതിനെ സ്കോർ എടുക്കാൻ പറ്റും, ഞാൻ ഗ്യാരണ്ടി. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇനി ഇതുവരെ എൻ്റെ കൺട്രോൾ നിങ്ങൾ കണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ഇത് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഗെയിം പാഡിൻ്റെ ബട്ടൺ ഇവിടെ റൈറ്റ് സൈഡ് കാണുന്നുണ്ട്. ഒരു ജോയിസ്റ്റിക്കിൻ്റെ ബട്ടൺ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മളെ കൺട്രോൾ മാറിയത് കാണാൻ വേണ്ടി പറ്റും. സോ ബട്ടനായിട്ടുണ്ട്. സോ ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഓപ്ഷനാണിത്. ഇതാരും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. നിങ്ങളെന്ത് ചെയ്യും, മിസ്റ്റർ റൈസർ ഇപ്പോൾ നോർമലി കളിക്കുന്നവരൊക്കെ ആണെങ്കിൽ നേരെ കളിക്കും. എന്ത് ചെയ്യും, ഗൈറോ വെച്ച് തന്നെ കളിക്കും. ഭയങ്കര ഹാർഡായിട്ട് കളിക്കും, പൊട്ടും. ഓക്കെ, അങ്ങനെയാണ് ഉണ്ടാവാറ്. ആൻഡ് ഗൈസ് വിൻസോയിൽ മിസ്റ്റർ റൈസറിന് നല്ല ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഏകദേശം ഗെയിം കളിച്ച് ക്യാഷ് ഏൺ ചെയ്യുക എന്ന് പറയുമ്പോൾ ആൾക്കാർ അധികം റേസിംഗ് ഗെയിമൊക്കെ ആയിരിക്കും ചൂസ് ചെയ്യുക, ഓൾമോസ്റ്റ് ടീനേജേഴ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. സോ ഒന്നാമത്തേത് പറഞ്ഞാൽ ഈ ഒരു ബട്ടണായിട്ട് ആക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെയിം ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഓവർടേക്ക് ചെയ്യല്ലോ. ഓക്കെ സോറി, ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനിടയിൽ കൂടി ഗെയിം ഔട്ടാകുന്നുണ്ട്. സോ ഓവർടേക്ക് ചെയ്ത് ഏത് വണ്ടിയാണ് നിങ്ങൾ ഓവർടേക്ക് ചെയ്തത് അതിൻ്റെ നേരെ മുന്നിലേക്ക് ചാടുക. ഞാനിപ്പോൾ ഒരു മഞ്ഞ വണ്ടി ഓവർടേക്ക് ചെയ്ത് ഉടനെ മുന്നിലോട്ട് ചാടിയപ്പോൾ നമുക്ക് 100 പോയിൻറ്റ് എക്സ്ട്രാ കിട്ടിയെന്ന് എനിക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഞാൻ മുന്നിലേക്ക് ചാടിയിട്ടില്ലെങ്കിൽ നമുക്ക് പോയിൻറ്റ് കയറത്തില്ല. അത് ഞാൻ പ്രൂഫ് കാണിച്ചു തരാം.
നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഇതിനെ ഓവർടേക്ക് ചെയ്തു. സോ നമുക്ക് എന്തെങ്കിലും കിട്ടിയോ? ഓവർടേക്ക് ചെയ്തേരം കിട്ടിയിട്ടില്ല, ഒരു പോയിന്റ് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ഈ റെഡ് കാറിനെ ഓവർടേക്ക് ചെയ്തു, അതിൻ്റെ മുന്നോട്ടാക്കിയാലും എന്ത് ചെയ്ത് എനിക്ക് പോയിന്റ് കിട്ടുക. ലോറിയെ ഓവർടേക്ക് ചെയ്ത് അതിൻ്റെ മുന്നോട്ട് ചാടി എനിക്ക് പോയിന്റ് കിട്ടി എക്സ്ട്രാ ആയിട്ട്. ഓക്കെ, സോ ഓക്കെ, ഇപ്പം എൻ്റെ സ്കോർ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഔട്ടായിട്ടുണ്ട്. ജസ്റ്റ് മിസ്സിന് 5000. നമുക്ക് നേരത്തെ 3K കോയിനായിരുന്നു കിട്ടിയത്, സോറി 3K സ്കോറായിരുന്നു കിട്ടിയത്. ഇപ്പോൾ 5K സ്കോർ കിട്ടിയിട്ടുണ്ട്. സോ ഇനി ഞാൻ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാം. അതായത് ഞാൻ ഫോക്കസ് ചെയ്ത് ഗെയിം കാണിച്ചു തരാം. ഞാനിപ്പം അതിൻ്റെ ഇടയിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയിട്ടാണ് ഈ ഇഷ്യൂ എല്ലാം വരുന്നത്. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ ഡയറക്റ്റ് ഫോക്കസ് ചെയ്ത് മാക്സിമം എൻ്റെ ഒരു സ്കില്ല് വെച്ച് പോയിൻ്റ് എടുത്ത് കാണിച്ചു തരാം എത്ര സിമ്പിളാണെന്ന്. ഓക്കെ, ഇതേ കണ്ടോ, ഞാൻ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്ത് കളിച്ചു. എൻ്റെ സ്കോർ നോക്കുക, 12000 സ്കോർ നമ്മൾ കടന്നേക്കാണ്. സോ ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്ത് പ്രൊഫഷണലായിട്ട് കളിക്കാൻ വേണ്ടി പറ്റും. സോ ഇതുപോലത്തെ ഗെയിം ട്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. വേറൊരു ഗെയിമിൻ്റെ ട്രിക്ക് നമ്മൾ അല്ലെങ്കിൽ കണ്ടുപിടിച്ച് നിങ്ങളെ മാക്സിമം അതിൽ പ്രൊഫഷണലാക്കാനുള്ള ടിപ്പ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. സോ കണ്ടോ, ഞാനിപ്പോൾ ഏകദേശം ആദ്യം ഇത്രയായിരുന്നു 5000ൻ്റെ അണ്ടറിലാണ് സ്കോർ എടുത്തത്. ഇപ്പോൾ 12000 സ്കോർ ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്കും സ്കോർ എടുക്കാൻ വേണ്ടി പറ്റും. വെരി സിമ്പിളാണ്. ഓക്കെ, സോ ഈ ഒരു മാക്സിമം നിങ്ങൾ കളിക്കാൻ പഠിക്കുക, പ്രാക്ടീസ് മോഡിലിട്ട് കളിക്കാൻ പഠിക്കുക. വെറുതെ കാർ ഓടിച്ച് പോകാതെ നമ്മൾ എന്ത് ചെയ്യുക, കാർ ഓവർടേക്ക് ചെയ്ത ഉടനെ കാർ ഓവർടേക്ക് ചെയ്ത കാരണം മുന്നിലോട്ട് ചാടുക. പിന്നെ ഗൈറോ ഇട്ട് കളിക്കാതെ ബട്ടൺസ് ഇട്ട് കളിക്കുക. അതല്ല നിങ്ങൾ ഗൈറോ ആണ് എന്താണ് ഈ പ്രൊഫഷണലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൈറോ ഇട്ടോളാം. എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഗൈറോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന്. സോ പബ്ജിയിലൊക്കെ ആണെങ്കിൽ പിന്നെ സ്കോപ്പ് ഓണാക്കി ഗെയിം എനിമിനെ അടിച്ച ഉടനെ എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെ കളിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇത് റേസിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, വണ്ടിൻ്റെ മൂല കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിമാണ്. അതുകൊണ്ട് അത് ഗൈറോ എല്ലാവർക്കും ഒക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കാം. ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് ഇവിടെ റെഫർ എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. ആൻഡ് ഗൈസ്, മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ബോണസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് ആഡ് ചെയ്ത് കളിക്കാം. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ റിസ്കിൽ മാത്രം. ജോയിൻ ബോണസ് എല്ലാവർക്കും എന്തായാലും കിട്ടുന്നുണ്ട്. ജോയിൻ ചെയ്യുമ്പോൾ തന്നെ 10-20 കിട്ടുന്നുണ്ട്. ആ വെച്ച് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. പ്രാക്ടീസ് മോഡിൽ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്ന പ്രാവശ്യം ഗെയിമിലോട്ട് എൻ്റർ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് നരികളൊക്കെ ആയിരിക്കും എന്താണ് നിങ്ങളുടെ എതിരാളിയായിട്ട് കിട്ടുക. അതായത് ഈ ഒരു ഗെയിമിൽ നല്ല പ്രൊഫഷണൽ പ്ലേയേഴ്സൊക്കെ എല്ലാം ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ വിന്നിങ് എമൗണ്ട് വിഡ്രോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടോ UPI-ലോട്ടോ എല്ലാം വിഡ്രോ അടിക്കാൻ പറ്റും. വിൻസോളിനെ പറ്റി എല്ലാവർക്കും അറിയില്ല, പ്രത്യേക ഒരു എക്സ്പ്ലെയിൻ